അമ്മ എന്തോ പറയാൻ വന്നു? സാറേ, എനിക്ക് പറയാനുള്ളത് ഒരു കുട്ടികളുടെ ഈ ചിന്താഗതികൾക്ക് കാരണം ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം തന്നെയാണ്. മുതിർന്നവരും പഴയ കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, പഴയ കാലഘട്ടത്തിൽ നമ്മൾ വൃദ്ധ മാതാപിതാക്കൾ നമ്മളുടെ മാതാപിതാക്കളോടൊപ്പം തന്നെ ഈ കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ ആശയങ്ങൾ സംസാരിക്കാനും അവർ ഓരോ കാഴ്ചപ്പാടുകൾ എത്തിക്കൊടുക്കാനും, ഇപ്പോൾ ഒരു തൊഴിൽ മേഖലയാണെങ്കിലും കുടുംബത്തിലെ ചെറിയ ജോലികളാണെങ്കിലും വിരൽ ചൂണ്ടി പിടിക്കുന്ന പ്രായം, അതായത് 3 വയസ്സ്, ആ വയസ്സിൽ അവരുടെ കൈ പിടിച്ചു കൊണ്ടുപോയി ഓരോ പദ്ധതികളും ഇന്നതെന്ന് പറഞ്ഞ് അവരെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്വന്തം മാതാപിതാക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കും വൃദ്ധരായ മാതാപിതാക്കൾ. കാരണം കൊച്ചുമക്കളോട് ഒരു ഇച്ചിരി സ്നേഹമുണ്ട്. അപ്പോൾ ആ ഒരു സ്നേഹം, ആ ഒരു ഇഷ്യൂ അങ്ങനെ ഒരു അവരുടെ മനസ്സിൽ കുറവായിട്ട് വരുന്നില്ല. അപ്പോൾ ആ ഒരു സ്നേഹം അവരുടെ മനസ്സിലുള്ളിടത്തോളം അവർ വേറൊരു സ്നേഹത്തിന് പുറത്തേക്ക് പോകില്ല. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ മത്സരബുദ്ധിയാണ് എല്ലാവരുടെയും മുന്നിൽ നിൽക്കുന്നത്. നമ്മൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത് മത്സരബുദ്ധി. കാരണം അടുത്ത വീട്ടിലെ കൊച്ചിനേക്കാളും കൂടുതൽ മാർക്ക് വേണം, കൂടുതൽ വലിയ ജോലി വേണം, കൂടുതൽ സാമ്പത്തിക സ്ഥിതി വേണം, ബാങ്ക് ബാലൻസ് വേണം. ഇങ്ങനെയൊക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ സ്വയം പര്യാപ്തത. ഏത് തൊഴിൽ ചെയ്താലും ഈ ഭൂമിയിൽ ജീവിക്കാം. വലിയ ഉദ്യോഗം വേണമെന്നൊന്നുമില്ല. അപ്പോൾ ചെറിയ ജോലികളാണെങ്കിലും അത് പഠിച്ചിരുന്നാൽ അത് ആ കുട്ടികൾ ഇപ്പം ഒരു കൃഷി മേഖലയിലേക്കാണേലും മറ്റേത് വർക്കിലേക്കാണേലും വന്നു കഴിഞ്ഞാൽ അവർക്ക് മുൻപോട്ട് പോകാനുള്ള. ഡോക്ടറെ, ഞാൻ ഈ ഷോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ പരിപാടി കണ്ടുപിടിക്കുന്ന പല കുട്ടികളും മുതിർന്നവരും പ്രായമായവരും ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികരും ഒക്കെ കാണും, ഈ പരിപാടി കാണുന്നുണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന ഈ കുട്ടികൾ അതേ അവസ്ഥയാണ് ഈ വീട്ടിൽ ആരോഗ്യമില്ലാത്ത വയോധികർ. അപ്പോൾ അവരോടൊക്കെ പ്രത്യേകിച്ച് ഇനി എന്തിന് ജീവിക്കണം എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ എന്തിന് ജീവിക്കണമെന്ന് ഡോക്ടർ പറയും? എന്തിന് ജീവിക്കണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. അപ്പൊ ഈ ജീവിതത്തിൽ നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വായനയിലൂടെ നമുക്ക് ആ ഒരു ജീവിതം കീറാമുട്ടിയായി വഴിമുട്ടുന്നു, അങ്ങോട്ട് ഒഴുകുന്നില്ല. പണ്ട് കവി പറഞ്ഞല്ലോ, കുന്നിൽ തടഞ്ഞ പുഴ പോലെ ഉഴങ്ങി മത്തിയെ, അങ്ങനെ ജീവിതം നിൽക്കുകയാണ്. എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നം പരിഹരിക്കാൻ തക്ക ഉപദേശമോ വഴിയോ പറഞ്ഞു തരാൻ പറ്റുന്ന ആരെയെങ്കിലും എത്രയും പെട്ടെന്ന് സമീപിക്കണം. അത് ആകാം, അടുത്തുള്ള സുഹൃത്തുക്കളാകാം, പഴയതുപോലെ നമ്മുടെ ഈ ഗ്രൂപ്പുകൾ, ക്ലബ്ബുകളാകാം. ഇപ്പോൾ എനിക്കൊരു ആശയം വെക്കാനുള്ളത്, നമ്മുടെ ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്ന വിഷയം സ്കൂൾ തലം തൊട്ട് തന്നെ ഒരു നിർബന്ധിത വിഷയമാക്കണം. ഇതിപ്പോൾ നമ്മൾ എലക്റ്റീവായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു വലിയൊരു വിഷയമാണ്. മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്കൊരു ബോധ്യം വരേണ്ട ഒരു വിഷയമാണ് മാനസികാരോഗ്യം. അത് ചെറിയ തലം തൊട്ട് നമുക്ക് അതിനുള്ള പഠിപ്പിക്കണം. പിന്നെ എനിക്കുള്ള ഈ സർക്കാർ വേണ്ടത്ര ഇടപെടൽ ഇതിനകത്ത് നടത്തണം എന്നുള്ള ഒരു ശക്തമായ ആവശ്യം എനിക്കുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടുള്ള പല ആത്മഹത്യകളും സർക്കാരിൻ്റെ സേവനം യഥാർത്ഥത്തിൽ അവർക്ക് യഥാസമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒഴിവാക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഈ ഫയലുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവിതമാണ്, ഫയലല്ല ജീവിതമാണെന്ന് പറയുകയും ആ ജീവിതം തീരുന്നിടത്ത് ആ ഫയലും അടയ്ക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.